പാട്ടുകൾ പലവിധമെന്ന ശീർഷകം എൻ്റേതല്ല, ഈ മാതൃഭൂമി കലോത്സവ പ്രവർത്തകരുടേതാണ്. പാട്ടുകൾ പലവിധമുണ്ടെന്ന് എന്നോട് ആദ്യം പറഞ്ഞതല്ല, എന്നെ ആദ്യം പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അത് കഥകളിപ്പദങ്ങൾ, കൈകൊട്ടിക്കളിപ്പാട്ടുകൾ, ഈ പാട്ടുകളൊക്കെ പാടിയാണ്, കഥകളിപ്പദങ്ങൾ പാടിയാണ് അമ്മ മക്കളെ ഉറക്കിയിരുന്നത്. അതുകൊണ്ട് എൻ്റെ ചെറുപ്രായത്തിൽ തന്നെ സാഹിത്യവും കഥകളിപ്പദങ്ങളെല്ലാം വളരെ മനോഹരങ്ങളായ കവിതകളാണ്. അപ്പോൾ കവിതയും സംഗീതവും താരാട്ടുപാട്ടിലൂടെ, മുലപ്പാട്ടിലൂടെ തന്നെ എൻ്റെ ബോധത്തിൽ കടന്നു. ആദ്യമായിട്ട് 2.5 വയസ്സിൽ അമ്മ എന്നെ ഉറക്കാൻ പാടിയ ഒരു താരാട്ട്. അത് നിങ്ങൾ ചോദിക്കും, 2.5 വയസ്സിൽ കേട്ടത് ഇപ്പോഴും ഓർമ്മയുണ്ടോന്ന്. ഓർമ്മയുണ്ട്. ആ ഓർമ്മയില്ലായിരുന്നെങ്കിൽ എനിക്ക് ജീവിതം ഒരു പെൻഡുലം എൻ്റെ ആത്മകഥ എഴുതാൻ കഴിയുമായിരുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ സ്വത്ത് എൻ്റെ ഓർമ്മകളാണ്. അടുത്ത കാലത്ത് സെപ്റ്റംബർ 9-ാം തീയതി എനിക്കൊരു സ്ട്രോക്ക് വന്നു. ഓർമ്മ പൂർണ്ണമായും പോകും എന്ന് ഡോക്ടർ പോലും ഭയന്നു. പക്ഷേ എൻ്റെ ഓർമ്മ നഷ്ടപ്പെട്ടില്ല. 2.5 വയസ്സിൽ അമ്മ എന്നെ പാടി ഉറക്കിയിരുന്ന പാട്ടിതാണ്. കണ്ണനുണ്ണി കരയരുതേ നീനീയേവം ഉണ്ണുവാനിരിക്ക സുമതേ. കണ്ണനുണ്ണി കരയരുതേ നീനീയേവം ഉണ്ണുവാനിരിക്ക സുമതേ. വെണ്ണ നെയ്യും പാലും കൂട്ടി അന്നമീതു ഞാനൊരുട്ടി ഏട്ടനേക്കാൾ മുൻപേ ഉരുള കിട്ടുവാനായി പോരു കുട്ടി. കണ്ണനുണ്ണി കരയരുതേ നീനീയേവം ഉണ്ണുവാനിരിക്ക സുമതേ. ഇത് ആനന്ദഭൈരവി രാഗമാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് പിന്നെ വളരെ കഴിഞ്ഞിട്ടാണ്. കുട്ടിക്കാലത്ത് നമുക്ക് രാഗങ്ങളെ കുറിച്ചൊന്നും അറിയില്ല. ഇപ്പോൾ ആനന്ദഭൈരവി രാഗം. പിന്നെ എൻ്റെ പാട്ടുകളിലൂടെ അനേകം ആനന്ദഭൈരവികൾ വന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആനന്ദഭൈരവി ഉണ്ട്. ആറാട്ടിനാനകളെഴുന്നള്ളി ആഹ്ലാദ സമുദ്രം തിരതല്ലി. ആറാട്ടിനാനകൾ എഴുന്നള്ളി ആനന്ദ ഭൈരവി രാഗത്തിൻ മേളത്തിൽ അമ്പലത്തുളസികൾ തുമ്പി തുള്ളി. ആറാട്ടിനാനകൾ എഴുന്നള്ളി. അപ്പം ഈ ആനന്ദഭൈരവി രാഗം ദക്ഷിണാമൂർത്തി സ്വാമി എൻ്റെ വരികൾക്ക് നൽകിയ ആനന്ദഭൈരവി രാഗം 2.5 വയസ്സിൽ തന്നെ അമ്മ എന്നെ പഠിപ്പിച്ചു. അതുപോലെ പാർത്ഥിപേന്ദ്ര ഞാനീ വീടെ നിന്നും തിരിച്ചു വേഗം പാർത്തലം തന്നിൽ സ്വൈരമിരുന്നു ഗൂഢമായിട്ടു പാർത്ഥന്മാർ എങ്ങുമരുവുന്നു എന്നുള്ള പരമാർത്ഥം അറിഞ്ഞിടുവതിന്നും. ഇങ്ങനെ നീളുന്ന ഇരേമ തമ്പിയുടെ പദം ഉത്തരാസ്വയംവരത്തിലെ പദമാണിത്. ഇതാ എൻ്റെ അമ്മ പാടുമ്പോൾ രാരിയും കൂടെ ചേർക്കും. ഈ കഥകളി പദത്തിനിടയിൽ അതേ താളത്തിൽ, അതേ ഈണത്തിൽ ഒരു രാരിയും കൂടെ ചേർക്കും. അത് പിന്നീട് എനിക്ക് കഥകളിയോട് 2.5 വയസ്സിൽ 3 വയസ്സിൽ തന്നെ എനിക്ക് കഥകളിയോടൊക്കെ അഭിനിവേശം വരാനുള്ള കാരണം ഇതാണ്. ലോകാധിപ കാന്ത
കരുണാലയവാസം. ഇത് ദക്ഷയാഗത്തിലെ പദമാണ്. വിജനേബത്ത മഹതി വിപിനെ നീ ഉണർന്ന് എന്തുവദനെ നീ എന്തു ചെയ്യൂ കഥനെ. വിജനേബത്ത മഹതി വിപിനെ നീ ഉണർന്ന് എന്തുവദനെ നീ എന്തു ചെയ്യൂ കഥനെ. ഇത് ഉണ്ണായി വാര്യരുടെ എന്ന പ്രശസ്തനായ കഥകളി രചയിതാവിൻ്റെ പദമാണ്, നളചരിതത്തിലെ പദമാണ്. നളചരിതം കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും. നടൻ ദമയന്തി കാട്ടിൽ ഉപേക്ഷിച്ചു പോയിക്കളയും. അങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ചു, ഗത്യന്തരമില്ലാതെയാണ് കാട്ടിൽ ദമയന്തി ഉപേക്ഷിക്കുന്നത്. അങ്ങനെ നളൻ ഭാര്യ ഉപേക്ഷിച്ച് പോയെങ്കിലും ആ ഭർത്താവിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. അതാണ് വിജനീപത, ജനങ്ങളില്ലാത്ത കഷ്ടം. വേദാന്ന് വെച്ചാൽ കഷ്ടം. വിജനീപത ഹിമവി വിപിനെ, വിപിനം വെച്ചാൽ കാട്. ഈ കാട്ടിൽ അവൾ എന്തു ചെയ്യും തനിച്ച്? വിജനീപത മഹതി വിപിനെ നീ ഉണർന്നിന്തുവതിന്. ഉറങ്ങി കിടക്കുമ്പോഴാണ് പോയത്. നീ ഉണർന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? എന്നെ കാണില്ല. അപ്പം ഇങ്ങനെയുള്ള കഥകളി പദങ്ങൾ ഒരുപാടുണ്ട്. നമുക്ക് 45 മിനിറ്റ് പ്രസംഗത്തിൽ ഒരുപാട് ചുരുക്കേണ്ടി വരും. ഈ പാട്ടുകളൊക്കെ വരുന്നതിന് മുൻപ്, കവികൾ പോലും ഉണ്ടാകുന്നതിന് മുമ്പ്, താൻ കവിയാണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ചില അജ്ഞാത കവികൾ പാടിയ പാട്ടുകളുണ്ട്. അതിന് നമ്മൾ നാടൻ പാട്ടുകൾ എന്ന് പറയുന്നത്. നാടൻ പാട്ടുകൾ പാറ പൊട്ടിക്കുമ്പോൾ അവരുടെ വേദന മറക്കാൻ വേണ്ടി, അവരുടെ അധ്വാന പ്രയാസം മറക്കാൻ വേണ്ടി അവർ പാടിയ പാട്ടുകൾ, നാടൻ പാട്ടുകളുണ്ട്. അത് തൊഴിൽ പാട്ടുകൾ എന്ന് പറയും. അപ്പോൾ പാറ പൊട്ടിക്കുന്ന സമയത്ത് പണ്ട് എന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മലയാളികൾ പാടിക്കൊണ്ടിരുന്ന ഒരു പാട്ട് ഞാനിപ്പോൾ അതിൻ്റെ തുടക്കം പാടാം. അന്ന് യഥാർത്ഥത്തിൽ പാട്ട് എന്താണെന്ന് അറിയില്ല, സംഗീതം എന്താണെന്ന് അറിയില്ല. അവർ തൊഴിലാളികൾ അപ്പോഴേ തന്നെ അവർക്ക് തോന്നിയത് ഉണ്ടാക്കി പാടിയതാണ്. അതാണ് അതുകൊണ്ട് ഈ പാട്ടുകൾ എന്താ നാടൻ പാട്ടുകളിൽ നിന്ന് എന്നെപ്പോലുള്ളവർ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഭാഷയിലുണ്ടായ മാറ്റം. നമ്മുടെ മലയാള ഭാഷ ഇപ്പോൾ ഇവിടെ തന്നെ എഴുതി വെച്ചല്ലോ, പരിവർത്തനം എന്ന് പറഞ്ഞു. പരിവർത്തനത്തിലൂടെ മലയാള ഭാഷ എങ്ങനെയൊക്കെ മാറി എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് ഈ നാടൻ പാട്ടുകളിലൂടെയാണ്. ഇപ്പോൾ പാറ പൊട്ടിക്കുന്നവർ പാടിയിരുന്ന ഒരു പാട്ടാണ് ഞാൻ പാടാൻ വന്നത്. പാറക്കിട്ടടി വെള്ളക്കിട്ടടി ഏലേലം ഹായേലേലം, പാറക്കിട്ടടി വെള്ളക്കിട്ടടി ഏലേലം ഹായേലേലം, തൊപ്പനാളുകൾ ഒപ്പരം കൂടി കപ്പാരക്കടി ഏലേലം. ഇതിലെന്തെങ്കിലും മനസ്സിലായോ? മലയാളം. പാറക്കിട്ടടി വെള്ളക്കിട്ടടി ഏലേലം ഹാ ഏലേലം. പാറക്കിട്ടടിക്ക് അതിലെ പൊട്ടുന്ന ഭാഗം നോക്കി അടിക്ക്, അതാ വെള്ളക്കിട്ടടി. പാറക്കിട്ടടി വെള്ളക്കിട്ടടി എവിടെ പൊട്ടുമെന്ന് നിനക്കറിയാം, അവിടെ അത് നോക്കി അടിക്ക്. കപ്പാരയ്ക്ക്, കപ്പാര എന്ന് പറഞ്ഞാൽ കട്ടപ്പാര. നമ്മളിപ്പോൾ അതിന് കട്ടപ്പാര എന്നാണ് പറയുന്നത്, അന്ന് കപ്പാര എന്ന് പറയുന്നത്. കപ്പാരക്കടി ഏലേലം. ഇത് നാടൻ പാട്ടുകൾ തന്നെ അനവധി വിഭാഗത്തിൽപ്പെട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുറച്ചുകൂടെ പിൽക്കാലത്ത് വന്ന ഒരു നാടൻ പാട്ടാണ്. പറയുക തത്ത് എവിടുന്നു കിട്ടി പവിഴം തോൽക്കും പച്ച നിറം, മൊഴിയുക തത്തെ എങ്ങനെ കിട്ടി മൊഴിയിൽ ചെഞ്ചോപ്പ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ മാറി വന്ന ഭാഷ, കുറച്ചുകൂടെ മാറി വന്ന കാലത്തുണ്ട്. ഇനി ഇതിന് നമ്മൾ വടക്കൻ പാട്ടുകൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ കാരണം എന്ന് വെച്ചാൽ വടക്കൻ പാട്ടുകൾ നമ്മൾ സിനിമ കണ്ടിട്ടുണ്ട്. കാരണം മലയാളത്തിൽ ആലപ്പുഴ ഉദയ സ്റ്റുഡിയോ, കുഞ്ചാക്കോ പോലുള്ള നിർമ്മാതാക്കൾ വടക്കൻ പാട്ടിനെ അടിസ്ഥാനമാക്കി, എല്ലാം വടക്കൻ പാട്ടല്ല, അത് വേറെ കഥ, വടക്കൻ പാട്ടിനെ അടിസ്ഥാനമാക്കി സാധാരണ പടങ്ങൾ എടുത്തിട്ടുള്ളതുകൊണ്ട് നമുക്ക് ആ വടക്കൻ പാട്ടിനെ കുറിച്ച് അറിയാം.
പക്ഷെ അതുപോലെ ശക്തമായ തെക്കൻ പാട്ടുകളുണ്ട്. ഒരു കാലത്ത് കേരളം എന്ന് പറഞ്ഞാൽ കന്യാകുമാരി മുതൽ ഗോകർണം വരെയായിരുന്നു കേരളം. ഇന്ന് നമ്മൾ താമസിക്കുന്ന കേരളം വെച്ചാൽ കബന്ധമാണ്. കാരണം തലയും വാലും അറ്റ ഒരു മൃതശരീരത്തിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ കേരളം എന്ന് വിളിക്കുന്നു, ഐക്യ കേരളം എന്ന് വിളിച്ച് നമ്മൾ അഭിമാനിക്കുന്നു. ഇതല്ല കേരളം. കന്യാകുമാരിയില്ലാതെ എന്ത് കേരളം? അപ്പോൾ അവിടെ കന്യാകുമാരി ജില്ലയിൽ, ഇന്നത്തെ കന്യാകുമാരി ജില്ല, അന്ന് തിരുവിതാംകൂറിൻ്റെ ഭാഗമാണ് കന്യാകുമാരി. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു മലയാള കവി എഴുതിയ വരികൾ ഞാൻ ഇപ്പോൾ നിങ്ങളെ കേൾപ്പിക്കാം. അത് മലയാളമാണെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ മലയാളത്തിന് ഏറ്റവും അധികം വിധേയത്വമുള്ള രണ്ട് ഭാഷകൾ തമിഴും സംസ്കൃതവുമാണ്. അപ്പം നമ്മൾ തന്നെ തായ് എന്ന പദം തമിഴാണ്. ദുഃഖം എന്നുള്ളത് സംസ്കൃതമാണ്. അപ്പോൾ തമിഴിൽ നിന്നും സംസ്കൃതത്തിൽ നിന്നും ധാരാളം പദങ്ങൾ വന്നാണ് മലയാളം ഉണ്ടായത്. മലയാളത്തിൻ്റെ ഒരു സാകല്യം ഉണ്ടായത് ഇത് എല്ലാം ചേർന്നതിന് ശേഷമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഒരു 400 വർഷം മുമ്പ് തെക്കൻ ഭാഗത്ത്, അതായത് കന്യാകുമാരി ജില്ല ഭാഗത്ത് പ്രശസ്തമായിരുന്ന ഒരു നാടൻ പാട്ടാണ് ഞാനിനി ചൊല്ലാൻ പോകുന്നത്. കഥ വഴി പോയി വരുമ്പോൾ കാലുകെട്ട പാലനില്ലേ, ദൂരവഴി പോയി വരുമ്പോൾ തൊഴിലിട പാലനില്ലേ, വട്ടകയേറ്റി വെച്ചാൽ ചിന്തി വിളയാട ബാലനില്ലേ, വട്ടകയേറ്റി വെച്ചാൽ ചിന്തി വിളയാട ബാലനില്ലേ. എന്താ, ഒരു കുട്ടിയില്ലാത്ത ഒരു അച്ഛൻ്റെ ദുഃഖമാണ്. സ്വന്തമായൊരു മകനോ മകളോ ഇല്ലാത്ത ഒരു അച്ഛൻ്റെ ദുഃഖമാണ്. മലയാള ഭാഷയാണ്. 400 വർഷം മുമ്പ് തെക്കൻ കേരളത്തിൽ എങ്ങനെ മലയാളം വരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കുന്ന ഇതിൽ നിന്നാണ്. എന്താണ്, അന്ന് ഇല്ല എന്നുള്ളത് ഇല്ല എന്ന് പറഞ്ഞിരുന്നത്. കാത വഴി പോയി വരുമ്പോൾ, അന്ന് മൈലില്ല, ബ്രിട്ടീഷ് സംസ്കാരം വന്നിട്ടില്ല, അതിനു മുമ്പാണ്. അപ്പോൾ കാതമാണ് അളക്കുന്നത്. 20 കാതം പോകണം ആ സ്ഥലത്തെത്തണമെങ്കിൽ. ഇപ്പം നമ്മൾ കിലോമീറ്ററാണ്, പക്ഷെ അന്ന് കാതമായിരുന്നു ആ സ്ഥാനത്ത്. അപ്പം കാത വഴി പോയി വരുമ്പോൾ, ഞാൻ കാതങ്ങളോളം പോയി വരുമ്പോൾ, കാത വഴി പോയി വരുമ്പോൾ കാലുകെട്ട പാലനില്ലേ. പാലൻ ബാലൻ, ഇന്ന് നമ്മൾ ബാലൻ എന്ന് പറയുന്നത്, അന്ന് പാലൻ എന്ന് പറഞ്ഞിരുന്നത്. കാല് കെട്ട ബാലൻ, എന്നെ കാല് വന്ന് കെട്ടിപ്പിടിച്ച് അച്ഛാന്ന് വിളിക്കാൻ ഒരു മകനില്ല. കഥ വഴി പോയി വരുമ്പോൾ കാലുകെട്ട പാലനില്ലേ, ദൂരവഴി പോയി വരുമ്പോൾ തോളിലിട ബാലന്. ഒരുപാട് ദൂരം ഞാൻ പോയിട്ട് തിരിച്ചു വരുമ്പം എനിക്ക് തോളത്ത് കിടത്താൻ ഒരു കുഞ്ഞില്ല. അപ്പം ഇത് മലയാളം എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല, പക്ഷെ മലയാളമാണ്. അപ്പം ഇങ്ങനെ മലയാള ഭാഷയുടെ ഓരോരോ സംക്രമണങ്ങൾ, ഓരോരോ മാറ്റങ്ങൾ നമുക്ക് പഠിക്കാൻ ഈ നാടൻ പാട്ടുകൾ ഉപകരിക്കും. ഇതും കഴിഞ്ഞിട്ട് വന്ന ഒരു നാടൻ പാട്ടാണ്. അത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, സിനിമയിൽ ഉപയോഗിച്ചുള്ളൂ, നിങ്ങൾ പലരും കേട്ടിട്ടുള്ളത്. വൈക്കം കായലിലോളം തല്ലുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, കാറ്റു വന്നെൻ്റെ കഥകിൽ തള്ളുമ്പോൾ ഓർക്കും ഞാൻ എൻ്റെ മാരനെ, മാരനെ വീരനെ അൻപുറ്റ മണിമാരന്. ഇത് ഒരു നാടൻ പാട്ടാണ്. അപ്പം ഇത് നമ്മുടെ ഭാഷയിലുണ്ടായ മാറ്റങ്ങൾ പഠിക്കാനും, ഈണങ്ങളിലുണ്ടായ മാറ്റം പഠിക്കാനും, സംഗീതത്തിലുണ്ടായ മാറ്റം പഠിക്കാനും ഒക്കെ നമുക്ക് ഉപകരിക്കുന്നതാണ് നാടൻ പാട്ടുകൾ. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ ഒരിക്കൽ ഡോക്ടർ ബാലമുരളികൃഷ്ണ, തെന്നിന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രീയ സംഗീതജ്ഞനായിരുന്നു അദ്ദേഹം. ഞാൻ നിർമ്മിച്ച് സംവിധാനം ചെയ്ത ഗാനം എന്ന സംഗീത ചിത്രത്തിൽ അദ്ദേഹമാണ് പാടിയിരിക്കുന്നത്. പ്രധാന ഗുരുവിൻ്റെ ഭാഗമൊക്കെ അദ്ദേഹം പാടിയിരിക്കുന്നത്, ശിഷ്യൻ്റെ ഭാഗം യേശുദാസും പാടി. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ, അതിൻ്റെ റെക്കോർഡിങ് മറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം എന്നോട് ഡോക്ടർ മുരളീകൃഷ്ണ പറഞ്ഞു, മലയാളികളെ പോലെ സ്വന്തം സംസ്കാരത്തിൽ അഭിമാനിക്കാത്ത വേറൊരു ഗ്രൂപ്പ് ഇന്ത്യയിലില്ല.
നിങ്ങളെല്ലാം ചിന്തിക്കണം. നമ്മളെക്കുറിച്ച് ഒരു തെലുങ്ക് നാട്ടിൽ ജനിച്ച, ആന്ധ്രാപ്രദേശിൽ ജനിച്ച ഒരു മഹാനായ കലാകാരൻ പറഞ്ഞതാണ്, നിങ്ങളുടെ മഹത്വം നിങ്ങൾക്കറിയില്ല, സ്വന്തം മഹത്വം അറിയാൻ പാടില്ലാത്ത ഒരു വർഗം മലയാളികളാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ കർണാടക സംഗീതത്തെക്കാൾ മേലെയാണ്. അദ്ദേഹം പറഞ്ഞതാണ് കർണാടക സംഗീതത്തെക്കാൾ മേലെയാണ്. കാരണം സോപാന സംഗീതത്തിലുള്ള അപൂർവ രാഗങ്ങൾ കർണാടക സംഗീതത്തെ പോലെ ഒന്നും ആരും പാടുന്നില്ല. അദ്ദേഹം എന്നെ ഈ നമ്മുടെ സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അമ്പലത്തിൻ്റെ സോപാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീകോവിലിന് മുമ്പിലുള്ള പടിയാണ്, അതിനടുത്ത് നിന്ന് പാടുന്നത്. അമ്പലത്തിൻ്റെ മുമ്പിൽ അകത്ത് വിഗ്രഹത്തിന് തൊട്ട് മുമ്പിൽ നിന്ന് പാടുന്ന പാട്ടാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. ആ സോപാന സംഗീതം എന്ന് പറയുന്നത് അതുണ്ടായതിനും ഒരു കഥയുണ്ട്. ഗീതഗോവിന്ദം എന്ന, പലരും ഗീതാഗോവിന്ദം എന്ന് പറയുന്നത് ശരിയല്ല, ഗീതഗോവിന്ദമാണ്. ഗീതഗോവിന്ദം എഴുതിയ ജയദേവർ എന്ന കവി, സംസ്കൃത കവിയാണ്. ഈ ഗീതഗോവിന്ദം സംസ്കൃത ഗ്രന്ഥമാണ്. അദ്ദേഹം ജനിച്ചത് ഇപ്പോൾ ഒറീസയ്ക്കും ബംഗാൾ സംസ്ഥാനത്തിലും കസ്പിലുള്ള ഒരു ഗ്രാമത്തിലാണ്. ഇപ്പം അത് ഒറീസയിലാണ്, പണ്ടത് ബംഗാളിലായിരുന്നു. അപ്പോൾ ഒറീസയ്ക്കും ബംഗാളിനും ഇടയ്ക്കുള്ള ഒരു ഗ്രാമത്തിലാണ് ഈ ജയദേവർ ജനിച്ചത്. അദ്ദേഹം എഴുതിയ ഗീതഗോവിന്ദത്തിലെ വരികളാണ് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സോപാന സംഗീതമായി ഉപയോഗിച്ചിരുന്നത്. എങ്ങനെ? ഈ ജയദേവ കവി കേരളത്തിൽ വന്ന് ജീവിച്ചായിട്ട് ഒരു ചരിത്രമില്ല, ഒരു രേഖയുമില്ല. അപ്പോൾ സംസ്കൃതത്തിൽ പാണ്ഡിത്യമുള്ള അനവധി കലാകാരന്മാർ കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിലെ സംസ്കൃത പണ്ഡിതന്മാരും ബംഗാളിലെ സംസ്കൃത പണ്ഡിതന്മാരും പരസ്പരം അന്നേ ബന്ധപ്പെട്ടിരുന്നു. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പോൾ അതിലിപ്പോൾ ചന്ദന ചർച്ചിത നീലകളേബര പീതവസന വനമാലി, ഇത് കേരളത്തിലെ മലയാളികൾ ഓർക്കുന്നു. നമ്മൾ ഗീതഗോവിന്ദത്തിൻ്റെ അനേക പതിപ്പുകൾ ഇറങ്ങിക്കഴിഞ്ഞു മലയാളത്തിൽ. പകർപ്പവകാശ നിയമം ഇല്ല, അനേക വർഷങ്ങൾ കഴിഞ്ഞുകൊണ്ട് ഏത് പബ്ലിഷർക്കും ഗീതഗോവിന്ദം ഇറക്കാം. അപ്പോൾ ഗീതഗോവിന്ദം, പക്ഷേ ഇത് ബംഗാളിലാരും പാടുന്നില്ല. ജയദേവർ ജനിച്ച ബംഗാളിലെ ഒരു ക്ഷേത്രത്തിലും ഈ വരികൾ പാടുന്നില്ല. പക്ഷെ കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ ഗീതഗോവിന്ദമാണ്. എങ്ങനെ അതുണ്ടായി? അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. കഥയല്ല, ചരിത്രം. സാമൂതിരി ആയിരുന്ന ആ കാലഘട്ടത്തിലെ സാമൂതിരി രാജാവ്, അത് കോഴിക്കോട് ഭരിച്ചിരുന്ന, കോഴിക്കോടുള്ള പ്രദേശം, കോഴിക്കോട് മുതൽ വടകര വരെയുള്ള പ്രദേശം സാമൂതിരിയുടെ കീഴിലും, വടകര മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശം കോലത്തിരിയുടെ കീഴിലുമായിരുന്നു. അത് കോലത്ത് നാട് എന്നറിയപ്പെട്ടു. എൻ്റെ റൂട്ട്സ് കോലത്ത് നാട്ടിലാണ്. ഞങ്ങൾ കണ്ണൂരിലെ ചെറുക്കൽ കോവിലത്ത് പിണങ്ങി വന്ന ഗ്രൂപ്പാണ്. ഞങ്ങൾ ഇവിടെ വന്ന് സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ആ കോലത്ത് നാടിന് വലിയ സംസ്കാരം ഉണ്ടായിരുന്നു. കൃഷ്ണഗാഥ എഴുതിയ ചെറുശ്ശേരിയൊക്കെ ആ കോലത്ത് രാജാവിൻ്റെ സദസ്സിനായിരുന്നു. അപ്പോൾ അവിടെ ഇദ്ദേഹം ഈ ഗീതഗോവിന്ദം വായിച്ച് അദ്ദേഹം ഈ ക്ഷേത്രങ്ങളിൽ ഗീതഗോവിന്ദം പാടി കേട്ടിട്ട്, അഷ്ടപതി എന്നാണ് നമ്മൾ നാട്ടിൽ ഗീതഗോവിന്ദത്തെ കുറിച്ച് പറയുന്നത്. അപ്പം അദ്ദേഹം അഷ്ടപതി ആട്ടം എന്ന പേരിൽ ഒരു നൃത്തം കണ്ടുപിടിച്ചു. അന്നത്തെ രാജാക്കന്മാരൊക്കെ കലാകാരന്മാരായിരുന്നു പലരും. ഒന്നിലെ കവികളായിരിക്കും, അല്ലെങ്കിൽ ചിത്രകാരന്മാരായിരിക്കും, എല്ലാ കലാകാരന്മാരായിരുന്നു. അപ്പോൾ കലയോടുള്ള ആസക്തി കൊണ്ട് അദ്ദേഹം അഷ്ടപതി ആട്ടം, അത് ഈ അഷ്ടപതി വെച്ചത് ഈ നമ്മുടെ ഗീതഗോവിന്ദത്തിലെ ആ കവിത ഉപയോഗിച്ച് ഒരു നൃത്ത രൂപം ഉണ്ടാക്കാം. അങ്ങനെ അതിന് അഷ്ടപതി ആട്ടം എന്ന് പേരിട്ടു. അങ്ങനെ ഈ അഷ്ടപതി ആട്ടത്തിൽ ഗീതഗോവിന്ദത്തിലെ വരികൾ പാടിപ്പാടി, അഷ്ടപതി ആട്ടം കുറച്ച് പോപ്പുലറായപ്പോൾ ഇത് പാടിപ്പാടി അത് പ്രചാരത്തിലായി. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി അഷ്ടപതി ആട്ടം കുറച്ചുകൂടി പരിഷ്കരിക്കണം എന്ന് തോന്നി. അങ്ങനെ സാമൂതിരി രാജാവ് അഷ്ടപതി ആട്ടം പരിഷ്കരിച്ചുണ്ടാക്കിയതാണ് കൃഷ്ണനാട്ടം. ഇന്ന് കൃഷ്ണനാട്ടം എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് വഴിപാട് നടത്താം. ഒരു ദിവസത്തെ കൃഷ്ണനാട്ടം എൻ്റെ വക, അവിടെ ഒരു വഴിപാടാണ്. അത് കലയ്ക്ക് സാമൂതിരി കൊടുത്തിരുന്ന പ്രാധാന്യം എന്ന് മനസ്സിലാക്കാം. കാരണം അത് വഴിപാടായിട്ട് മാറി ക്ഷേത്രത്തിൽ.
ഇപ്പോഴും ഉണ്ട്, കൃഷ്ണനാട്ടം വഴിപാടക്കാറുണ്ട്. അതിൽ മിക്കവാറും രാത്രി കൃഷ്ണനാട്ടം ഉണ്ടാവും. അപ്പോൾ ഈ കൃഷ്ണനാട്ടത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ ദക്ഷിണ കേരളത്തിലുള്ള കൊട്ടാരക്കരയുള്ള ഒരു രാജാവ്, കൊട്ടാരക്കര തമ്പുരാൻ. കൊട്ടാരക്കര ഒരു പ്രശസ്തമായൊരു ഗണപതി ക്ഷേത്രമുണ്ട്. അത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവിന് പത്മനാഭ സ്വാമി ക്ഷേത്രം പോലെയാണ് കൊട്ടാരക്കര രാജാവിന് അവിടുത്തെ ഗണപതി ക്ഷേത്രം. അപ്പം അദ്ദേഹം കൃഷ്ണനാട്ടം കണ്ടു ഗുരുവായൂർ പോയപ്പോൾ. അദ്ദേഹം ഇവിടെ കൊട്ടാരക്കര തിരിച്ചു വന്ന് തൻ്റെ മന്ത്രിയെ അങ്ങോട്ട് അയച്ചു. ഈ കൊട്ടാരക്കര വന്ന് ഞങ്ങളുടെ ആളുകൾക്ക് വേണ്ടി കൃഷ്ണനാട്ടം കളിക്കണം. അപ്പോൾ ഈ തെക്ക് വടക്ക് എന്നൊരു പ്രശ്നം ഇപ്പോഴും ഉണ്ട് കേട്ടോ. അവിടെ രാഷ്ട്രീയക്കാർ തന്നെ ചിലപ്പോൾ പറയും വടക്കന്മാരൊക്കെ നല്ലവരും തെക്കന്മാരൊക്കെ കള്ളന്മാരും എന്ന് പറയും. അത് വളരെ തെറ്റാണ്. ഒരുപാട് കള്ളന്മാരെ ഞാൻ വടക്ക് കണ്ടിട്ടുണ്ട്. കാരണം ഞാൻ ജോലി നോക്കിയ വടക്ക്. അതുകൊണ്ട് ഒരുപാട് പരിശുദ്ധന്മാരെ ഞാൻ തെക്കും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ധാരണയാണ്. അപ്പോൾ കൊട്ടാരക്കര തമ്പുരാൻ എൻ്റെ മന്ത്രി എന്ന് ഞങ്ങളുടെ നാട്ടിൽ കൃഷ്ണനാട്ടം കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾ തെക്കരല്ലേ, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലേ, വെറുതെ എന്തിന് പാഴ്വേല ചെയ്യുന്നു എന്ന് പറഞ്ഞ് അപമാനിച്ചു. അപ്പോൾ ഈ മന്ത്രി തിരിച്ചു വന്ന കൊട്ടാരക്കര മഹാരാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ അപമാനിച്ചയച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ അപമാനിച്ചു. അപ്പോൾ നമുക്കതിന് മറുപടി വേണമല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഏറ്റവും നല്ല ചിത്രകാരന്മാരെ എല്ലാം വിളിക്കുക. നിങ്ങളെല്ലാവരും കൂടെ, അന്ന് പിന്നെ ടേപ്പ് റെക്കോർഡറൊന്നുമില്ല കേട്ടോ, മൊബൈലും ടേപ്പ് റെക്കോർഡൊന്നുള്ള കാലമല്ല. അപ്പോൾ നിങ്ങൾ അവിടെ ചെന്ന് കൃഷ്ണനാട്ടം കാണുക. ആ കിരീടത്തിനൊക്കെ മനോഹര വരയ്ക്കുക. കിരീടം എങ്ങനെയാണ് ഓരോന്നും അനേക ദിവസങ്ങൾ കൃഷ്ണനാട്ടം പതിവായി കണ്ടിട്ട് എല്ലാം വരച്ചെടുക്കുക. വേഷം എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കി കൊണ്ടുവരിക. അങ്ങനെ ഇവർ ഈ കൃഷ്ണനാട്ടത്തിൻ്റെ കിരീടം, കൃഷ്ണൻ്റെ കിരീടം വേറെയാണ്, മറ്റ് കഥാപാത്രങ്ങൾ ബലഭദ്രൻ്റെ കിരീടം വേറെയാണ്. അപ്പോൾ ആ കിരീടത്തിൻ്റെയൊക്കെ എല്ലാം പ്ലാനൊക്കെ വരച്ച് കൊണ്ടുവന്ന് അവർ സാമൂതിരി കൃഷ്ണൻ്റെ കഥയല്ലേ പറയുന്നത്, നമുക്ക് രാമൻ്റെ കഥ പറയാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ അഷ്ടപതിയാട്ടം മൂലകലയായ അഷ്ടപതിയാട്ടത്തിൽ നിന്നുണ്ടായ കൃഷ്ണനാട്ടത്തിൽ നിന്നുണ്ടായ രാമനാട്ടം അത് കണ്ടുപിടിച്ചത് കൊട്ടാരക്കര തമ്പുരാനാണ്. കൊട്ടാരക്കര തമ്പുരാൻ ധാരാളം കഥകളി എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ ഈ രാമനാട്ടം പിന്നീടെന്തായി, കൃഷ്ണനാട്ടവും ഇതൊക്കെ നമ്മളെല്ലാവരും പുച്ഛത്തോടെ, ചില സാധാരണ ബുദ്ധിജീവികൾ പുച്ഛത്തോടാണ് സിനിമാ പാട്ടിനെ കുറിച്ച് പറയുക. പക്ഷേ ഈ ബുദ്ധിജീവികൾ പുച്ഛത്തോടെ പറയുന്ന സിനിമാ പാട്ട് ഞാനിതൊക്കെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണനാട്ടവും രാമനാട്ടവും കഥകളിയായി പടർന്നു. കേരളവർമ്മയും തമ്പിയും പാടിയ കേരളഗാഥകൾ കടലിൽ പടർന്നു എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് കാവ്യനർത്തകി ചിലമ്പൊലി ചാർത്തിയ കലയുടെ നാട് മലനാട് കൽപ്പനാൻ അത് യഥാർത്ഥത്തിൽ അതിന് കേരളത്തിലെ ദൃശ്യകലയുടെ ഒരു ചരിത്രമാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ കൃഷ്ണനാട്ടം ഉണ്ടായി, എങ്ങനെ രാമനാട്ടം ഉണ്ടായി, എങ്ങനെ അതിൽ നിന്ന് കഥകളി ഉണ്ടായി. കൃഷ്ണനാട്ടവും രാമനാട്ടവും കഥകളിയായി പടർന്നു. അപ്പോൾ ഇങ്ങനെയാണ് കഥകളി ഉണ്ടായത്. അത് കൃഷ്ണനാട്ടത്തിൻ്റെയും രാമനാട്ടത്തിൻ്റെയും അംശങ്ങൾ ചേർത്താണ് കഥകളി ഉണ്ടായത്. ആ കഥകളി വന്നു കഴിഞ്ഞപ്പോൾ രണ്ട് വഴികളുണ്ടായി. കാരണം കൃഷ്ണനാട്ടത്തിനെ പിന്തുടർന്ന് വന്ന വടക്കൻകാർ ഈ നമ്മുടെ തെക്കൻ ചിട്ട അംഗീകരിച്ചില്ല. രാമനാട്ടം വളർന്നുണ്ടായ കഥകളിയും കൃഷ്ണനാട്ടം വളർന്നുണ്ടായ കഥകളിയുണ്ട്. അപ്പം കൃഷ്ണനാട്ടം വളർന്നുണ്ടായ കഥകളി വടക്കൻ ചിട്ട എന്നും രാമനാട്ടം വളർന്നുണ്ടായ കഥകളി തെക്കൻ ചിട്ട എന്നും അറിയപ്പെടുന്നു. അത് കല്ലുവഴി ചിട്ട, വടക്കൻ ചിട്ട കല്ലുവഴി ചിട്ട എന്നൊരു പേരുണ്ട്. കപ്ലിങ്ങാടൻ ചിട്ട എന്ന് തെക്ക് വഴിക്ക് വേറൊരു പേരുണ്ട്. അങ്ങനെ ഇന്നും കഥകളി രണ്ട് ചിട്ടകളുണ്ട്. ഇത് ഇന്നത്തെ കലാമണ്ഡല കൃഷ്ണൻ നായരെ പോലുള്ള പ്രഗത്ഭമതികൾ, മാങ്കുളം വിഷ്ണു നമ്പൂതിരി, അങ്ങനെയുള്ള പ്രഗത്ഭങ്ങൾ അവരിത് രണ്ടും ലയിപ്പിച്ചു. അവർ കല്ലുവഴി ചിട്ടയും തെക്കൻ ചിട്ടയും കൂടെ ലയിപ്പിച്ച് ഒരു പുതിയ രീതി കൊണ്ടുവന്നാണ് ഈ നാധികവും. എന്നാൽ ഇന്നും കല്ലുവഴി ചിട്ടയാണ് നല്ലത്, തെക്കൻ ചിട്ട അല്ലെന്ന് പറയുന്നൊക്കെ ഒരു വടക്കുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല, അവിടെ ഉണ്ട്. ഇപ്പോഴും പറയുന്നുണ്ട് കല്ലുവഴി ചിട്ടയാണ് യഥാർത്ഥ കഥകളി, ഇതല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ കലകളുടെ ഇവിടെ ഗാനങ്ങൾ, പാട്ടുകൾ
കലകളിലൂടെ, ദൃശ്യകലകളിലൂടെയാണ് പാട്ടുകൾ വളർന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഗദ്യം മുറിച്ചെഴുതുന്നതല്ല കവിത. കവിതയ്ക്ക് താളം വേണം. ഗദ്യം മുറിച്ച കവിത എഴുതി ഞങ്ങളാണ് മഹാകവികൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സമ്മതിക്കില്ല. കുറച്ച് അവരുടെ കൂടെ നടക്കുന്ന കുറേ 10-12 പേര് സമ്മതിക്കും, അവാർഡും കൊടുക്കും. പക്ഷെ ജനങ്ങൾ സമ്മതിക്കില്ല. ജനങ്ങൾക്ക് താളം വേണം. കാരണം അവർ പണ്ട് മുതലേ പഠിച്ചതാണ്. പാട്ടാണ് താളം. എന്തിനാ പറയുന്നത്? നമ്മൾ മലയാള ഭാഷയുടെ പിതാവായി കരുതുന്ന എഴുത്തച്ഛൻ, അദ്ദേഹം നമ്മൾ ഏറ്റവും അധികം ആദരിക്കുന്ന അധ്യാത്മരാമായണത്തിന് എന്ത് പേരായിട്ടത്? അധ്യാത്മരാമായണം കിളിപ്പാട്ട്. കിളി കവിത എന്നല്ല, അധ്യാത്മരാമായണം കിളിപ്പാട്ട്, ഭാരതം കിളിപ്പാട്ട്. രാമചരിതം എന്ന ആദ്യകാല കൃതിക്ക് പേര് രാമചരിതം പാട്ടെന്നാണ്. ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയ കോലത്തിരി രാജാവിൻ്റെ സദസ്സിലായിരുന്ന ചെറുശ്ശേരി നമ്പൂതിരി എഴുതിയ കൃഷ്ണഗാഥയാണ്, കൃഷ്ണനെക്കുറിച്ചുള്ള ഗാഥ പാട്ട്. അപ്പം ആദ്യം മലയാള സാഹിത്യത്തിലുണ്ടായത് പാട്ടുകളാണ്. അതാണ് കവിത. ഇന്ന് ജനങ്ങൾ എന്തുകൊണ്ട് പാട്ട് ഇഷ്ടപ്പെടുന്നു വെച്ചാൽ അതാണ് കവിത. ജനങ്ങൾ അംഗീകരിച്ച കവിത പാട്ടാണ്. ഗദ്യത്തിലെഴുന്നല്ല ജനങ്ങൾ അംഗീകരിച്ച കവിത. അത് 12 പേരുന്ന ഒരു സംഘം, അവർ സാഹിത്യ അക്കാദമി പിടിച്ചടക്കും. എന്നിട്ട് അവരുടെ ആൾക്കാർക്ക് അളിയൻ്റെ അവാർഡ് അളിയന് കൊടുക്കും. അങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഒരുപാട് സംഭവം നടക്കുന്നുണ്ട്. അവരൊക്കെ കവിത വായിച്ചാൽ നമ്മൾ ജീവനും കൊണ്ട് ഓടും. അപ്പം അങ്ങനെയാണ്. പക്ഷേ ഇത് നമ്മൾ പാട്ടിൻ്റെ ചരിത്രം പറയും, പാട്ടിൻ്റെ സംസ്കാരം പറയുമ്പോൾ അത് കവിതയുടെ സംസ്കാരം തന്നെയാണ് എന്ന് തെളിയിക്കാനാണ് ഞാൻ എഴുത്തച്ഛനെയും ചെറുശ്ശേരിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഈ പാട്ടുകളെക്കുറിച്ച് കാരണം എനിക്ക് ഈ പാട്ടുകൾ പലവിധം എന്ന് പറയുന്ന വിഷയം സംസാരിക്കണമെങ്കിൽ ഒരു 3 ദിവസം വേണം. അത്ര ഗഹനമാണ് വിഷയം. പിന്നെ വളരെ ചുരുക്കി പറയാൻ മാത്രമേ ഇപ്പോൾ കഴിയുള്ളൂ. അപ്പം അത് കഴിഞ്ഞാൽ നമ്മുടെ ദൃശ്യകലകൾ വന്നപ്പോൾ ആദ്യത്തെ നാടകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, കേരളം കണ്ട ആദ്യ നാടകം കൂടിയാട്ടമാണ്. മലയാളികൾ കണ്ട ആദ്യത്തെ നാടകം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. അങ്ങനെ കൂടിയാട്ടത്തിൽ ഈ കഥാപാത്രങ്ങൾ സംസാരിക്കും, പക്ഷേ കഥകളിയിൽ കഥാപാത്രങ്ങൾ സംസാരിക്കില്ല. കഥകളി പിന്നിൽ നിന്ന് പാട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം എന്താണ് അവർ ചിന്തിക്കുന്നത്, എന്താണ് അവർ പറയുന്നത് എന്നുള്ളത് കഥകളിയുടെ പിന്നിൽ നിന്ന് പാടുന്നതിൽ നിന്ന് മനസ്സിലാക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കൂടിയാട്ടത്തിൽ അവർ ശ്ലോകങ്ങൾ ചൊല്ലും. സംസ്കൃതമാണ്, കാരണം കൂടിയാട്ടം സംസ്കൃത നാടകങ്ങളാണ്. അപ്പം അങ്ങനെ തുടങ്ങിയ ആ നാടക ഗാനങ്ങൾ, കൂടിയാട്ടത്തിൽ തുടങ്ങിയ നാടക ഗാനങ്ങൾ പിന്നീട് വളർന്ന് ആദ്യകാലത്ത്, നിങ്ങൾ പലർക്കും അറിയാൻ പറ്റാത്ത, ആദ്യകാലത്ത് മലയാള നാടകങ്ങളിൽ പാട്ടുകൾ തമിഴായിരുന്നു. ആദ്യകാലത്ത് മലയാളത്തിൽ സംഗീത നാടക പ്രസ്ഥാനം ഉണ്ടായപ്പോൾ സംഭാഷണം മലയാളം, പാട്ടൊക്കെ തമിഴ്. കാരണം അന്ന് തമിഴ് പാട്ടുകളെ അറിയാവൂ. അവിടെ നിന്നാണ് നമ്മൾ മലയാളത്തിൽ വയലാറും ONVയും ഒക്കെ വന്ന്, പി ഭാസ്കരനൊക്കെ വന്ന് ആ പാട്ട് സംസ്കാരം കൊണ്ടുവന്നത്. ഭാസ്കർ മാഷ് 18ാമത്തെ വയസ്സിൽ വിപ്ലവകാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം അംഗത്തൊടുക്കി 18ാമത്തെ വയസ്സിലാണ് പി ഭാസ്കരൻ. എല്ലാവരും പറഞ്ഞാൽ വയലാർ പോയതിൻ്റെ കമ്മ്യൂണിസ്റ്റ് അല്ല, പി ഭാസ്കരൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർഷിപ്പ് എടുത്ത ഒരേ കവി പി ഭാസ്കരനാണ്. ഇവർ 2 മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പേഴ്സേ അല്ല വയലാർ ONV. പക്ഷെ അവരാണ് കമ്മ്യൂണിസ്റ്റ് പൊയ്ക്കൊണ്ട് നടക്കുന്നത്, അത് വേറെ കഥ. പക്ഷേ പി ഭാസ്കരനാണ് വയലാർ ഗർജിക്കുന്നു എഴുതിയത് 21 വയസ്സിൽ. പി ഭാസ്കരനാണ് ആദ്യത്തെ വിപ്ലവഗാനം ഘോഷയാത്രയ്ക്ക് പാടാനുള്ള പാട്ട് എഴുതിയത് 18 വയസ്സിൽ. അതാണ് പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. പദം പദം ഉറച്ചു നാം പാടി പാടി പോവുക, പാരിലൈക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. 1940കളിൽ എഴുതിയ കവിതയാണ്. അതിലത് ഐക്യ കേരളം സ്വപ്നം കണ്ടു. അതാണ് കവി ഋഷിയാണ്. കവി ദീർഘദർശി, യഥാർത്ഥ കവി ഋഷിയാണ്. അപ്പം 40കളിൽ എഴുതിയ ആ പാട്ടിനകത്ത് പോലും അദ്ദേഹം ഐക്യ കേരളം സ്വപ്നം കണ്ടു നടക്കണം. പാരിൽ ഐക്യ കേരളത്തിൻ കാഹളം മുഴക്കുവാൻ. നമുക്ക് മുന്നോട്ട് പോകാം, പദം പദം ഉറച്ചുതം പാടിപ്പെടുക. അപ്പം ഇതുപോലുള്ള പാട്ടുകൾ. അത് കഴിഞ്ഞ് നാടകങ്ങൾ വന്നു. ഇപ്പോൾ ONVയുടെ
പൊന്നരിവാൾ അമ്പിളിയിൽ. പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെഴുന്നോളെ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ശങ്കരാഭരണ രാഗത്തിലുള്ളൊരു പാട്ടാണ്. അതിൻ്റെ രാഗം ശങ്കരാഭരണമാണ്. അപ്പോൾ പൊന്നരിവാളമ്പിളിയിലെ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിലെ വാടി നിൽക്കുന്നോളെ, ശങ്കരാഭരണ രാഗം. ദേവരാജ മാസ്റ്ററാണ് ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത്. ദേവരാജ മാസ്റ്റർ തന്നെ എൻ്റെ ഒരു പാട്ട് ഇതേ ശങ്കരാഭരണത്തിൽ ട്യൂൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു ബന്ധവും തോന്നുന്നില്ല. കേരളം കേരളം കേളി കൊട്ടുയരുന്ന കേരളം ശങ്കരാഭരണ രാഗമാണ്. അപ്പോൾ ഈ പൊന്നരിവാളും കേരളവും ശങ്കരാഭരണ രാഗം രണ്ടും ദേവരാജ മാസ്റ്റർ ഇട്ടതാണ്. അപ്പോൾ ഈ നാടൻ പാട്ടുകൾ വന്നു. അപ്പോൾ വയലാറിൻ്റെ രചന മറ്റൊരു രീതിയിലായിരുന്നു. വയലാറിൻ്റെ പാട്ടുകൾ ജനകീയമായി. ONV ആദ്യകാല പാട്ടുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാട്ടുകളായിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ സപ്പോർട്ടുണ്ടായിരുന്നു. പക്ഷേ വയലാർ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കമ്മ്യൂണിസ്റ്റ് പാട്ടുകളായിരുന്നില്ല. ഏഴാങ്കടലിന്നക്കരയുണ്ടൊരീളം പാല, സാഗര കന്യകൾ നട്ടുവളർത്തിയൊരീളം. ആ പാട്ട് അതുപോലെ പറന്നു 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 ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഞാനൊരു പൂമരക്കൊമ്പിൽ, ആ പൂമരക്കൊമ്പിൽ. കിലുകിലെങ്ങനെ രാക്കിളികൾ വളകിലുക്കിയ കാലം, കുനുകുനുന്നനെ കാട്ടുപൂകൾ. ഇങ്ങനെ അതിമനോഹരമായി ലാളിത്യത്തോടുകൂടി വയലാർ എഴുതിയ പാട്ടുകൾ. LPR വർമ്മയാണ് ഈ പാട്ടുകൾക്ക് സംഗീതം പകർന്നത്. അങ്ങനെ നാടകഗാനങ്ങളുടെ ആ കാലഘട്ടം ഉണ്ടായി. ആദ്യകാലത്ത് ഞാൻ പറഞ്ഞല്ലോ, നാടകഗാനങ്ങൾ, മലയാള നാടകഗാനങ്ങൾ തമിഴിലായിരുന്നു. ആദ്യത്തെ മലയാള നാടകം സംഗീതനാടകം എഴുതിയ ആൾ KC കേശവപിള്ളയാണ്. കവി KC കേശവപിള്ള വളരെ ചെറുപ്പത്തിൽ മരിച്ചുപോയ കവിയാണ്. അദ്ദേഹമാണ് സദാരാമ എന്നാണ് ആദ്യത്തെ മലയാള നാടകത്തിൻ്റെ പേര്, സദാരാമ. അപ്പോൾ ആ കാലഘട്ടം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഒരു നവോത്ഥാനം. P. ഭാസ്കരൻ, വയലാർ, ONV കാലഘട്ടത്തിലാണ് നമുക്ക് ലളിതഗാനങ്ങൾ, നമ്മുടെ മലയാളത്തിൻ്റെതായ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന, സാധാരണക്കാർക്ക് പാടാവുന്ന ലളിതഗാനങ്ങൾ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട്, നാടൻ പാട്ട്, നാടകപ്പാട്ടുകളുടെ ഒരു കാലഘട്ടം, ജനങ്ങൾ മുഴുവൻ നാടകഗാനങ്ങൾ ഏറ്റുപാടിയിരുന്ന കാലഘട്ടമുണ്ട്. ഈ പാട്ടുകളൊക്കെ, ഞാൻ പറഞ്ഞ പാട്ടുകളൊക്കെ അതിലുൾപ്പെടുന്നത്. കായലിനക്കരെ പോകാൻ എനിക്കൊരു കളിവള്ളമുണ്ടായിരുന്നു, ഒരു കളിവള്ളമുണ്ടായിരുന്നു, ഒത്തിരി ദൂരം തുഴഞ്ഞു തരാനൊരു മുത്തശ്ശിയുണ്ടായിരുന്നു, പണ്ടൊരു മുത്തശ്ശിയുണ്ടായിരുന്നു. ഇത് അതിമനോഹരമായ ഒരു പാട്ടിലൂടെ വളരെ നമ്മളെ വേദനിപ്പിക്കുന്ന, ഹൃദയം തകർക്കുന്ന ഒരു കഥയാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ കുട്ടിയെയും കൊണ്ട് വള്ളം തുഴഞ്ഞു പോകുന്ന മുത്തശ്ശി ഒരു ദിവസം മുത്തശ്ശി കുട്ടി ഇല്ലാതെ പോയി. അവസാനം മുത്തശ്ശി തിരിച്ചു വന്നില്ല. രാവിലെ ഈ പങ്കായം ആ ഓളങ്ങൾക്ക് മേലെ കിടന്നു. മുത്തശ്ശി മരിച്ചു എന്ന് കവി പറയുന്നത് അങ്ങനെയാണ്, മുത്തശ്ശി മരിച്ചു എന്ന് പറയുന്നില്ല. അപ്പം ഇങ്ങനെയുള്ള മനോഹരമായ കവിതകൾ പാട്ടാക്കി ആ കാലഘട്ടത്തിൻ്റെ. പിന്നീടാണ് നമ്മുടെ ഏറ്റവും ജനകീയ കലയായ സിനിമയിലേക്ക് വരുന്നത്. ഏറ്റവും ജനകീയമായ കല സിനിമയാണ്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇല്ലാത്ത മറ്റൊരു കലയുമില്ല. എല്ലാ കലകളെയും വിഴുങ്ങിയ രാക്ഷസ കലയാണ് സിനിമ. കാരണം ചിത്രകല അതിനകത്തുണ്ട്. കാരണം ഓരോ ഫ്രെയിം ചിത്രമല്ലേ. ചിത്രകലയുണ്ട്, ശില്പകലയുണ്ട്, കവിതയുണ്ട്, കഥയുണ്ട്. എല്ലാ കലകളെയും സ്വാംശീകരിച്ചു സിനിമ. അതുകൊണ്ടാണ് സിനിമ ഇത്രയും ജനകീയമായത്. അപ്പോൾ സിനിമാ ഗാനങ്ങൾ വന്നു. ആദ്യകാല സിനിമാ ഗാനങ്ങളും പിൽക്കാലത്ത് വന്ന സിനിമാ ഗാനങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ മാധ്യമം എന്ന് പറയുന്ന വാരികയിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് മലയാള ചലച്ചിത്ര ഗാന ചരിത്രം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 1938 ബാലൻ എന്ന നമ്മുടെ ആദ്യത്തെ ശബ്ദ സിനിമ വന്നത്. ആ 1938 ബാലൻ എന്ന സിനിമയിൽ 24 പാട്ടുകളുണ്ടായിരുന്നു. 24 പാട്ടുകൾ. അന്ന് മ്യൂസിക് ഡയറക്ടർ ഇല്ലാണ്. മ്യൂസിക് ഡയറക്ടർ വേണമെന്നാൽ നിർമ്മാതാക്കൾക്ക് അറിയില്ല. ഒരു പാട്ടിന് ഒരു മ്യൂസിക് ഡയറക്ടർ വേണം. നമ്മളെ കൂടെ ഒക്കെ പാടിയാൽ പോരെ. അപ്പോൾ എല്ലാം നാടകക്കാർ അഭിനയിക്കും, നാടക നടന്മാരും നടിമാരും അഭിനയിക്കുന്നത്. നമ്മളൊക്കെ പാടിയാൽ പോരെ എന്ന് പറഞ്ഞാൽ അവർ തന്നെ കൂട്ടിയിരുന്ന് പാട്ടുകളുണ്ടാക്കി. അപ്പോൾ
കവിയല്ലാത്ത നാടകൃത്തായി മുതുവള രാഘവൻപിള്ള പാട്ട് വഴി എഴുതിയത്. അപ്പോൾ ആ ബാലൻ തുടങ്ങി ഇന്ന് വരെയുള്ള 1975 വരെയുള്ള ഞാൻ ഇപ്പോൾ ഇടുന്നത് വയലാറിൻ്റെ മരണം വരെയുള്ള ഒരു പരിവർത്തന ഘട്ടമാണ്. അപ്പോൾ 1938 മുതൽ വയലാറിൻ്റെ നിര്യാണം വരെയുള്ള മലയാള ചരിത്ര ഗാനങ്ങളുടെ ചരിത്രം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മാധ്യമ വാരികയിൽ എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യകാല ഞാൻ വെറും ഒരു പാട്ടെഴുത്തുകാരനല്ല, ഞാൻ പാട്ടുകളെക്കുറിച്ച് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇത്രയധികം എനിക്ക് പറയാൻ കഴിയുന്നത്. അപ്പോൾ ഈ എന്ന് വെച്ചാൽ PhD ഒന്നും കിട്ടിയിട്ടില്ല, PhD ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഈ പാട്ടുകൾ, നാടകഗാനങ്ങൾ, അതിന് കുറച്ചുകൂടെ പുരോഗമനം നാടകഗാനങ്ങളിൽ വന്നു, സിനിമാ ഗാനങ്ങളിലേക്ക് മാറി വരിക. പക്ഷേ സിനിമാ ഗാനങ്ങൾ, ആദ്യകാല ഗാനങ്ങൾ എല്ലാം തന്നെ ഗദ്യമായിരുന്നു. ഇപ്പോൾ ബാലെന്നുള്ള പടത്തിലെ പാട്ട് കേട്ടാൽ നമുക്ക് എന്നെ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നല്ലോ, ഇത്തിരി നേരം ഇരിക്കാൻ സമ്മതിക്കുന്നില്ലെന്നൊക്കെയാണ് പാട്ട്. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ തുടങ്ങിയ പാട്ടാണ് ഇന്ന് നമ്മളുടെ ഈ വയലാറിൻ്റെ ആകാശങ്ങളുടെ കരയിലും ആയിരം ബാസൽ കിളിക്കുകയും ഭാസ്കർ മാഷ് പിന്നെ മനോഹരങ്ങളായ അകപാരസുന്ദര നീലാകാശവും ഒക്കെ പാട്ടാക്കി മാറിയത്. അത് പരിവർത്തനം, നമ്മുടെ ആ പാട്ടുകളിൽ വന്ന പരിവർത്തനം. അപ്പോൾ ഇത് ആദ്യം വരുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ ഹിന്ദി പാട്ടുകളെ അനുകരിച്ച് ഹിന്ദി പാട്ടിൻ്റെ ട്യൂണിൽ കഴിയുന്നത്ര ആ ആശയം കൂടെ എടുത്ത് എഴുതുക. അപ്പം ആദ്യത്തെ സിനിമയിൽ പാട്ട് എഴുതിയത് മുതുവള രാഘവൻപിള്ള തന്നെയാണ്, ഞാൻ പറഞ്ഞല്ലോ. നാടകൃത്ത് തന്നെയാണ് പാട്ട് എഴുതിയത്. രണ്ടാമത്തെ ചിത്രം ജ്ഞാനാംബികയാണ്. ജ്ഞാനാംബികയിൽ പാട്ടെഴുതിയ അന്നത്തെ ഒരു മഹാകവിയാണ്, മഹാകവി പുത്തൻകാവ് മാത്തൻ തരകൻ. ഈ പുത്തൻകാവ് മാത്തൻ തരകനെ ഇന്ന് ഈ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ, കാരണം പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെ അറിയാം, പ്രൊഫസർ KM തരകൻ. പ്രൊഫസർ KM തരകൻ മലയാളത്തിൽ പ്രശസ്തനായ നിരൂപകനായിരുന്നു, കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ അറിയാം. അപ്പോൾ അദ്ദേഹമാണ് എഴുതിയത്. അത് ജ്ഞാനാംബിക എന്നുള്ള രണ്ടാമത്തെ സിനിമയ്ക്ക്, രണ്ടാമത്തെ ശബ്ദ സിനിമ ഈ പുത്തൻകാവ് മാത്തൻ തരകനാണ് പാട്ട് എഴുതിയത്. മോഹനമേ മനോമോഹനമേ മോഹനമേ മനോമോഹനമേ. TA ജയരാമ വാര്യർ എന്നുള്ള ഒരു സംഗീതജ്ഞൻ ട്യൂൺ ചെയ്തപ്പോൾ പാട്ട് മാറി. അദ്ദേഹമാണ് ഈ ചിത്രത്തിന് പാട്ട് ചെയ്തത്, സംഗീത സംവിധാനം നിർവഹിച്ചു. TA ജയരാമ അയ്യർ. അദ്ദേഹം ആകാശവാണിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു, അന്ന് ആൾ ഇന്ത്യ റേഡിയോ എന്ന് പറയുന്നത്, ആൾ ഇന്ത്യ റേഡിയോ ഉദ്യോഗസ്ഥനായിരുന്നു. അത് കഴിഞ്ഞ് വളരെ പലർക്കും ഇപ്പോൾ നമ്മൾ സിനിമാ പാട്ടിനെ താഴെ കാണുന്ന ആൾക്കാർ മനസ്സിലാക്കാൻ വേണ്ടിയ കാര്യം പറയാം. മഹാകവി G. ശങ്കർ കുറുപ്പ് ഒരു പടത്തിന് പാട്ട് എഴുതിയിട്ടുണ്ട്. മഹാകവി G. ശങ്കർ കുറുപ്പ് നിർമ്മല 1948 പുറത്തു വന്ന നിർമ്മലയ്ക്ക് അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു പാട്ട് E.I. വാര്യർ എന്ന വീണാ വിദഗ്ധനാണ് അതിന് ഈണം പകർന്നത്. അപ്പോൾ അന്ന് ഈ വാര്യർ അദ്ദേഹത്തിന് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞുകൂടാ, അദ്ദേഹത്തിന് വീണ മാത്രമേ അറിയാവൂ. അപ്പോൾ ട്യൂൺ ചെയ്തു അദ്ദേഹം. അപ്പോൾ ഓർക്കസ്ട്രയ്ക്ക് അന്വേഷിച്ചപ്പോൾ മദ്രാസിൽ ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞ് ചെറുപ്പക്കാരൻ വെച്ചാൽ PS ദിവാകർ, അദ്ദേഹമാണെന്ന് ഓർക്കസ്ട്രേഷൻ ചെയ്തത്. ഒരു പാട്ട് വയലാറിൻ്റെ മഹാകവിയുടെ അല്ലേ, മഹാകവി G. ശങ്കർ കുറുപ്പിൻ്റെ വരികൾ. പാടുക പൂങ്കുയിലേ കാവു തോറും പാടുക, പൊൻകിനാക്കൾ കുലകുലയായി, പൊൻകിനാക്കൾ കുലകുലയായി ജീവശാഖിയിൽ വിടരുകയായി, പാടുക പൂങ്കുയിലേ. ഇത് മഹാകവി എഴുതിയ സിനിമാ പാട്ടാണ്. സാഗരഗീതവും ഓടക്കുഴലൊക്കെ എഴുതിയ ഏറ്റവും മനോഹരമായ കവിതകൾ എഴുതിയ മഹാകവി സിനിമയ്ക്ക് എഴുതിയ. പിൽക്കാലത്ത് ഒരു സിനിമാ വാരിക, ഒരു സിമ്പോസിയം, പലരുടെ അഭിപ്രായങ്ങൾ ഇങ്ങനെ സിനിമാ പാട്ടുകളെ കുറിച്ച് എഴുതിയപ്പോൾ മഹാകവി ശങ്കരക്കുറുപ്പിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് നിർമ്മല എന്ന ഒറ്റ സിനിമ കൊണ്ട് പാട്ടെടുത്ത് മതിയാക്കിയത്? അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: എല്ലാ കവികൾക്കും
പാട്ടെഴുത്തുകാരാവാൻ പറ്റില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അദ്ദേഹം പറഞ്ഞ വാചകമാണ്, മഹാകവിജി പറഞ്ഞതാണ്. പി ഭാസ്കരനും വയലാറും നമ്മുടെ കൊച്ചു തമ്പിയും എഴുതുന്ന പോലെ പാട്ടെഴുതാൻ എനിക്ക് പറ്റില്ല. ഇത് നാനാ വാരികയിൽ വന്നതാണ്, കെട്ടുകഥയല്ല. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ആണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒ എൻ വിക്ക് അത് സങ്കടം വന്നു. കാരണം പി ഭാസ്കരൻ വയലാർ കഴിഞ്ഞാൽ ഒ എൻ വിയല്ലേ പറയേണ്ടത്, തമ്പി പയ്യനല്ലേ. വയലാറും പി ഭാസ്കരൻ വയലാറും നമ്മുടെ കൊച്ചു തമ്പിയും എന്നാണ് മഹാകവി പറഞ്ഞത്. അപ്പോൾ ഒ എൻ വി ഒരു കത്തയച്ചു. പിന്നീട് നിങ്ങൾ വലിയ തെറ്റായിപ്പോയി, എൻ്റെ പേര് പറയാതെ ആ കൊച്ചു ചെറുക്കൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹം വളരെ വളരെ ലളിത ഹൃദയനാണ് ഒ എൻ വി, പെട്ടെന്ന് വിഷമിക്കും. അപ്പോൾ ഞാൻ ഒരിക്കൽ എറണാകുളത്ത് ഭദ്രാലയത്തിൽ മഹാകവിജിയെ കാണാൻ ചെന്നപ്പം ഈ ഫയലിൽ തന്നെ കാണിച്ചത്, ഞാനൊരു തെറ്റുപറ്റി, എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട് പറഞ്ഞത്. അങ്ങനെ ഒ എൻ വിയുടെ കത്ത് എനിക്ക് കാണിച്ചത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ചലച്ചിത്ര ഗാനരചന അങ്ങനെ ഒരു ചെറിയ പ്രവൃത്തിയല്ല. അത് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പി ഭാസ്കരൻ്റെ വയലാറിൻ്റെ പാട്ടുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അപാര സുന്ദര നീലാകാശം അനന്തതേ നിൻ മഹാസമുദ്രം. ഇത് കവിതയല്ല, കവിതയേക്കാൾ വലിയ കവിത. അനന്തതയുടെ സമുദ്രമാണ് ആകാശം എന്ന് രണ്ടുപേരും പറഞ്ഞിരിക്കുക. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഞങ്ങൾ എഴുതുമ്പോൾ 12 വരിയാണ് ഒരു പാട്ട്, പരമാവധി 16 വരി, അതിൽ കൂടാൻ പാടില്ല. കാരണം ആദ്യകാലത്ത് ഞാൻ സിനിമയ്ക്ക് പാട്ട് എഴുതുമ്പോൾ ഡിസ്ക്കാണ്, ഗ്രാമഫോൺ ഡിസ്ക്കാണ്. ആ ഗ്രാമഫോൺ ഡിസ്കിൽ 3 മിനിറ്റ് 20 സെക്കൻഡേ ഒരു പാട്ട് വരാൻ പാടുള്ളൂ. അപ്പോൾ 4 മിനിറ്റ് ആയാൽ 40 സെക്കൻഡ് കട്ട് ചെയ്ത് കളയും. അത് നിങ്ങൾ പഴയ പല പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അവസാനം ഫെയ്ഡ് ഔട്ട് ചെയ്ത് കാണാം, അവസാനം കേൾക്കില്ല, അത് ഫെയ്ഡ് ഔട്ട് വിടും. അപ്പോൾ അതുകൊണ്ട് ഈ 12 വരിയിലായി ഒതുക്കുന്നത്. ഇപ്പോൾ എൻ്റെ തന്നെ ഒരു പാട്ടെടുത്താൽ, സന്ധ്യക്കെന്തീനു സിന്ദൂരം ചന്ദ്രികയ്ക്കെന്തീനു വൈഡൂര്യം കാട്ടാറിനെന്തിനു പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം എന്ന് ഞാൻ 4 വരി പറഞ്ഞ 12 വരിയിലാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഒരാശയം. കാരണം അത് ഈ 12 വരിക്കുള്ളിൽ ഒതുക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. അത് എല്ലാ കവികളും സാധ്യമല്ല. അതൊരു പ്രത്യേക ട്രെയിനിങ് വേണം, പിന്നെ താളബോധം വേണം. ഞാൻ യേശുദാസിനെ പാടില്ല, പക്ഷേ എനിക്ക് നിങ്ങളെ ട്യൂൺ പാടി കേൾപ്പിക്കാൻ പറ്റും. ആ ട്യൂൺ പാടി കേൾപ്പിക്കാനുള്ള ഇപ്പോൾ 4 മണിക്ക് എൻ്റെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ പറയേണ്ട കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, അവിടെ സിനിമാ പാട്ടിനെ കുറിച്ചാണ് പറയേണ്ടതുകൊണ്ട്. അപ്പോൾ ഈ പലതരം പാട്ടുകളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എനിക്ക് കഴിയുന്നത്ര ശാഖകളെ ഞാൻ സ്പർശിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. സിനിമാ പാട്ടിനെക്കുറിച്ച് കൂടുതൽ പറയാനുണ്ട്, പല തരത്തിലേക്ക് പറയാനുണ്ട്. ആദ്യകാലം ഇപ്പം അകാലിയാരും കൈവിടും നീ താനേ നിൻ സഹായം, അഭേദം എഴുതിയ ഒരു പാട്ടാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് ട്യൂൺ ചെയ്തിരിക്കുന്നത് ഹിന്ദി പാട്ടാണ്. അത് സുഹാനി രാത്ത് ഠൽ ചുക്കി നാ ജാനേ തും കബാവുകെ എന്ന ഹിന്ദി പാട്ട്. അകാലെ ആരും കൈവിടും നീ താനേ നിൻ സഹായം എന്ന് മാറ്റി. അതുപോലെ തൂ മേരി ചാന്ദ് തൂ മേരി ചാന്ദ് മേൻ തേരി ചാന്ദിനി, നീ എൻ്റെ ചന്ദ്രൻ, ഞാൻ നിൻ്റെ ചന്ദ്രിക എന്ന ഹിന്ദി പാട്ട് അതേ ട്യൂണിൽ അതേ അർത്ഥത്തിൽ തുമ്പവൻ പത്മനാഭൻകുട്ടി എന്ന ഗാനിത, അങ്ങനെ ഗാനിത ഉണ്ടായിരുന്നു. തുമ്പവൻ പത്മനാഭൻകുട്ടി നാടകത്തിൽ കോമഡി ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹം പാട്ട് എഴുതും. അത് നീ എൻ ചന്ദ്രനെ ഞാൻ നിൻ ചന്ദ്രിക എന്നെഴുതി. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിന്നാണ് ഞങ്ങളുടെ കാലഘട്ടത്തിലേക്ക് സിനിമാ ഗാനങ്ങളെ കൊണ്ടുവന്നത് എന്നുള്ളത് തിരിച്ചറിയണം. ആ പരിവർത്തനം അത് അഭയദേവിൽ തുടങ്ങി. അഭയദേവ് തന്നെ നല്ല പാട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് പനിനീർമലരിനൊരിതൾ കൊഴിഞ്ഞാലും കാന്തി കുറഞ്ഞിടുമോ, നിൻ തളിർമയിന് കൈ പോയാലും ചന്തം കുറഞ്ഞിടുമോ. ഇത് അഭേദവെഴുതിയ പാട്ടാണ്. കാരണം ജ്ഞാനസുന്ദരി എന്ന സിനിമയിൽ നമ്മുടെ സേതുമാധവൻ, പ്രശസ്ത സേതുമാധവൻ ആദ്യമായി ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ജ്ഞാനസുന്ദരി. അതിൽ പാട്ടാണ്. കാരണം ഭാര്യയുടെ 2 കൈകൾ നഷ്ടപ്പെട്ടിട്ട് പിന്നും ഭർത്താവ് പറയുന്നതാണ് നിൻ്റെ സൗന്ദര്യം കുറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലെ നല്ല പാട്ടുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അഭേദേവ്. പക്ഷെ എന്നാലും പാട്ട് എന്ന് പറഞ്ഞ് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി എൻ്റെ 11ാമത്തെ വയസ്സിൽ.
എൻ്റെ 11ാം ദിവസം സിനിമ പാട്ടിയൊക്കെ ഞാൻ 5 വയസ്സ് വരെ ഇതൊക്കെ കേൾക്കുന്നു. ഞാൻ കേട്ട ഒരു പാട്ട് എന്നെ പാഠ്യത്തിലേക്ക് കൊണ്ടുവന്നൊരു പാട്ട് എൻ്റെ 11ാം വയസ്സിൽ കേട്ട പാട്ടാണ്. അതാണ് പി ഭാസ്കരൻ്റെ പാട്ട്. തങ്കക്കിനാക്കൾ ഹൃദയേ വീശും വനാന്ത ചന്ദ്രികയാരോ നീ, സങ്കൽപ്പമാകെ പുളകം പൂശും വസന്ത സുമമേയാരോ നീ. ഇതും ദക്ഷിണാമൂർത്തി സ്വാമി ഈണം പകർന്നാണ്, പി ഭാസ്കരൻ എഴുതിയതാണ്. ഭാസ്കർ മാഷ ഈ പാട്ടാണ്. അപ്പോൾ ഹൃദയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഹൃദയം അറിയാം, 11 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ പോയി ഞങ്ങനെ ഗാനം പഠിച്ചോട് ചോദിച്ചു, ടീച്ചറെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തമ്പി ഹൃദയം എന്ന് പറഞ്ഞാൽ ഹൃദയത്തിൽ എന്നേ അർത്ഥമുള്ളൂ. അങ്ങനെയും പറയാം, ഹൃദയത്തിൽ എന്ന് പറയുമ്പോൾ ഹൃദയം എന്ന് കവിതയിൽ പറയാം. അപ്പം അങ്ങനെയാണ് ഞാൻ പാഠത്തിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം എന്നെ അതിനുള്ള നയിച്ചത് പി ഭാസ്കരനാണ്. എല്ലാ കാലത്തും അദ്ദേഹം എൻ്റെ മാനസിക ഗുരുവാണ്, ഇപ്പോഴും അതെ. എന്ന് മാത്രമല്ല, അദ്ദേഹം സംവിധാനം ചെയ്ത 9 പടങ്ങൾക്ക് എന്നെക്കൊണ്ട് സ്ക്രീൻ പ്ലേ എഴുതിച്ച മഹാനായ മഹാമനസ്കനുമാണ്. അത് തിരിച്ചറിയണം. തൻ്റെ പിന്നാലെ വന്ന പാട്ടെഴുത്തുകാരനെ കൊണ്ട് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത 9 പടങ്ങൾക്ക് സ്ക്രീൻ പ്ലേ എഴുതിച്ചു. സ്ക്രീൻ പ്ലേ ഡയലോഗ്. വിലയ്ക്ക് വാങ്ങിയ വീണ, ആറുടിമൻ്റെ ജന്മി, ഉദയം, അങ്ങനെ അനവധി പടങ്ങൾ, മറ്റൊരു സീത, എല്ലാം അദ്ദേഹം ഡയറക്റ്റ്, ഞാൻ സ്ക്രിപ്റ്റ് എഴുതിയ പടങ്ങളാണ്. നിർത്താം, ഇനി ചോദ്യങ്ങളല്ലേ അത്. അപ്പോൾ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ്. 45 മിനിറ്റ്, ഞാൻ 50 മിനിറ്റ് എടുത്തു. 10 മിനിറ്റ് നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാം. ഞാൻ ഈ പറഞ്ഞല്ലോ, ഞാനൊരു വിദ്യാർത്ഥിയാണ്, എല്ലാം പഠിക്കും. ഞാൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും പഠിക്കും, ജ്യോതിഷവും പഠിക്കും. അങ്ങനെയാണ് ഞാൻ. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും നിങ്ങൾ അന്ധവിശ്വാസമല്ലേ എന്ന് ചോദിക്കും. അന്ധവിശ്വാസി ജ്യോതിഷക്കാർ പറയും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന് ചോദിക്കും. എനിക്ക് രണ്ടിനും ഞാൻ ചിരിക്കുകയുള്ളൂ, കാരണം വെച്ചാൽ ഞാൻ എല്ലാം പഠിക്കും. ഹലോ സാർ, നമസ്കാരം. എൻ്റെ ഒരു ചോദ്യം, സാർ ഈ 2.5 വയസ്സിൽ കേട്ട പാട്ട് ഇപ്പോഴും ഓർത്തിരിക്കുന്നു. അപ്പൊ സാർ ഒരു ബഹുമുഖ പ്രതികയാകാൻ കാരണം സാറിന്റെ അമ്മ തന്നെയായിരുന്നു. സംശയമില്ല. അത് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എൻ്റെ ആത്മകഥ വായിക്കാത്തതുകൊണ്ടാണ്. അല്ല, അത് ഞാൻ കുറച്ചേ വായിച്ചു. അത് ജീവിതം ഒരു പെൻഡിലോ പറഞ്ഞാൽ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ 2 വർഷം കൊണ്ട് പബ്ലിഷ് ചെയ്താണ് ജീവിതം ഒരു പെൻഡില്. ഞാനത് ഒരുമിച്ച് വായിക്കാനിരിക്കും. അത് ഇപ്പൊ 6ാം പതിപ്പ് ഇറങ്ങുക. 2 വർഷത്തിൽ 6ാം പതിപ്പ് ഇറങ്ങുക. 1000 രൂപ വിലയുള്ള പുസ്തകം, 1200 രൂപ വിലയുള്ള. ഇപ്പം പിന്നെ ഇവിടെ അത് വില കുറച്ച് കിട്ടും കേട്ടോ. ഇവിടുത്തെ ഒരു ഇപ്പൊ ഈ ഉത്സവമായതുകൊണ്ട്, പുസ്തകോത്സവമായതുകൊണ്ട് വില കുറച്ച് കിട്ടും. പിന്നെ എൻ്റെ ഒരു സംശയം, സാർ ഇത്രയും മനോഹരമായിട്ട് പാടുന്നു. അല്ല, പാട്ടുകാരനല്ല ഞാൻ. അല്ല സാർ, ഞാൻ പാടുന്നു. അതായത് കാരണം ഞാൻ പറയാം, ഞാൻ പാട്ട് എഴുതുകയല്ല, പാടി എഴുതുകയാണ്. അത് സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ചോദിച്ചത്, ഒരിക്കലെങ്കിലും ഒരു സിനിമയിലെങ്കിലും പാടാൻ സാറിന് എന്ത് സാറിന് മുന്നോട്ട് വരാം? ഒരു കാര്യം ഞാൻ പറയാം. യുവജനോത്സവം ഇപ്പോഴുണ്ടല്ലോ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞാൻ ഒരു 2 വിഷയത്തിൽ ഡിഗ്രി എടുത്തുള്ള അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഗണിതശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്തിട്ടുണ്ട്, BSc മാത്തമാറ്റിക്സ് ആണ്. പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഠിച്ച മുഴുവൻ കണക്കാണ്, കവിതയല്ല. പഠിച്ചത് മുഴുവൻ കണക്കാണ്. അപ്പോൾ എഞ്ചിനീയറിംഗിലൊക്കെ മുഴുവൻ കണക്കല്ലേ. അപ്പോൾ ഇത് നമ്മുടെ അനുഭവം എന്ന് പറഞ്ഞാൽ, അമ്മ പാടിത്തന്ന വരികളും കുട്ടിക്കാലം മുതൽ പാട്ടിനോട് തോന്നിയ അഭിനിവേശവും ആണ്. കവിതയോട് അഭിനിവേശം, അല്ലെങ്കിൽ തങ്കക്കിനാക്കൾ കേൾക്കില്ലല്ലോ, ബാലൻ്റെ പാട്ട് കേൾക്കില്ലല്ലോ. അപ്പോൾ അത് അഭിനിവേശവുമാണ്. എൻ്റെ മൂലധനം അതാണ്. പിന്നെ എൻ്റെ കഠിന പ്രയത്നം. മല്ലികപ്പൂവിൻ മധുരഗന്ധം. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. മാലാഖകളുടെ മാലാഖ നീ, മമ ഭാവനയുടെ ചാരുത നീ. മല്ലികപ്പൂവിൻ മധുരഗന്ധം, നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം. സാർ, എൻ്റെ ചോദ്യം, ഇപ്പോൾ മലയാള ചലച്ചിത്ര ഗാനശാഖയിലെ മഹാരഥന്മാരിൽ ഒരാളാണല്ലോ അങ്ങ്. വയലാർ രാമവർമ്മയും ശ്രീകുമാരൻ തമ്പിയും ശേഷം.
അപ്പോ പുതിയ കാലത്തിന്റെ ഗാനരചന, ആ കട്ടച്ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത്, അതെ, പേനക്കത്തി കൊണ്ട് വിദ്യാരംഭം അതെ, എന്നൊക്കെയുള്ള ഈ ഗാനരചന, പുതിയ കാലത്തിന്റെ ഗാനരചനയെ എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവൂല. അങ്ങ് എങ്ങനെയാണ് ഒരു നോക്കിക്കാണുന്നത്? പാട്ടിന് പലവിങ്ങനുണ്ട്, എന്നെ തല്ലണ്ടമാവാൻ ഞാൻ നന്നാവില്ല. കാലത്തിൻ്റെ ഇപ്പം ഞാൻ പ്രധാനമായിട്ടും ഈ പല പാട്ടുകൾ പലവിധം എന്ന വിഷയത്തിൽ ഞാൻ സംസാരിച്ചതിൻ്റെ അടിത്തറ പരിവർത്തനമാണ്. അറിയാമല്ലോ, പരിവർത്തനമാണ്, മാറ്റത്തെ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം സംഗീതം നമ്മളുടെ, പ്രത്യേകിച്ചും ഞാനത് പാട്ടുകൾ പലവിധം എന്നുള്ളത് എൻ്റെ പ്രസംഗം ചുരുങ്ങിപ്പോയതുകൊണ്ട് ഈ വിശദമായി വർണ്ണിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഈ പാട്ടുകൾ പലവിധം വന്നതിന് പിന്നിൽ താളത്തിനും രാഗത്തിനും ഒരു വലിയ സ്ഥാനമുണ്ട്. കാരണം നമ്മൾ ആദ്യം താളത്തിൽ മാത്രം ഉറച്ചു നിന്നു, പിന്നെയാണ് രാഗത്തിലേക്ക് പോയത്. ഈ കർണാടക സംഗീതവുമായി നമ്മുടെ കവിത ബന്ധപ്പെട്ടപ്പോൾ രാഗത്തിന് പ്രാധാന്യം കൊടുത്തു. രാഗഭാവം വന്നപ്പോഴാണ് ഈ നല്ല പാട്ടുകളൊക്കെ ഉണ്ടായത്. ഇപ്പോൾ വയലാറിൻ്റെ 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവാപ്പുഴ പിന്നെയുമൊഴുകി ആരും കാണാതെ ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി എന്ന് പറയുന്നത് ദർബാരിക്കാരുടെ രാഗമാണ്. അതാണ് നമുക്ക് കരച്ചിൽ വരുന്നത് കേൾക്കുമ്പോൾ, നമുക്ക് സങ്കടം വരുന്നത് അതുകൊണ്ടാണ്. അത് ഏ ദുനിയാ കേരക്കുവാല് കേട്ടില്ലേ, മുഹമ്മദ് റാഫിയുടെ അത് മനോഹരമാണ്, ആ രാഗമാണ്. അപ്പോൾ ആ ദുനിയാക്കെ രഖ്വാലെ എന്ന പാട്ട് പോലെ ഇതും പോപ്പുലറായി. ഇപ്പോൾ എൻ്റെ ഒരു പാട്ടുണ്ട്, ഞാനും അർജുനും കൂടെ ചെയ്തു, ദുഃഖമേ നിനക്ക് പുലർകാല വന്ദനം കാലമേ നിനക്ക് അഭിനന്ദനം എന്നുള്ളത് ദർബാരിക്കാരുടെ രാഗമാണ്. ഹിന്ദിയിൽ ദർബാരി എന്ന് പറയും, നമ്മൾ കാനഡ എന്ന് പറയും ആ രാഗത്തിന്. അപ്പം അതുകൊണ്ട് ഈ കാലം മാറി ലോക സംഗീതം, നമ്മൾ ഈ ആഗോളവൽക്കരണം നമുക്ക് ഗുണം ചെയ്തിട്ടുണ്ട്, ദോഷവും ചെയ്തിട്ടുണ്ട്. ഈ ആഗോളവൽക്കരണം ചെയ്ത ദോഷമാണ് നമ്മുടെ സംഗീതം മാറിയത്. കാരണം വേൾഡ് സംഗീതം ഒന്നായി, ലോക സംഗീതം ഒന്നായി. ഇപ്പം സ്റ്റീവ് വണ്ടർ എന്നൊരു അന്ധഗായകൻ ഉണ്ടായിരുന്നു ഇംഗ്ലീഷിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഈ മലയാളം പാട്ട് മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷ് പാട്ട് കേൾക്കുന്നതാണ്. അപ്പോൾ സ്റ്റീവ് വണ്ടർ എന്നുള്ള അന്ധനായിരുന്നു. അദ്ദേഹം തന്നെ കമ്പോസ് ചെയ്ത് അദ്ദേഹം തന്നെ ചൂഞ്ഞ് പാടുമായിരുന്നു, ക്ലാസിക്കലായിരുന്നു. അതുപോലെ ലയണൽ റിച്ചി എന്ന് പറഞ്ഞൊരു പാട്ടുകാരൻ വളരെ ഫേമസ് ആണ്. ലയണൽ റിച്ചിയുടെ ഇപ്പം ഞാൻ പാടിയ മല്ലികപ്പൂവും മധുരഗന്ധം എന്നുള്ളൊരു മോഹന രാഗമാണ്. ഈ ലയണൽ റിച്ചിയുടെ പെനി ലവർ എന്നൊരു പാട്ടുണ്ട്, മോഹന രാഗമാണ്. കാരണം സ്വരങ്ങൾ ഏഴേ ഉള്ളൂ. അത് ഇംഗ്ലീഷിൽ പാടിയാലും നമ്മൾ മലയാളത്തിൽ പാടിയാലും 7 സ്വരങ്ങൾ, സപ്തസ്വരങ്ങളാണ്. സ്വരങ്ങളില്ലാതെ പാടാൻ പറ്റില്ല. അപ്പോൾ ഈ അറിവ് നമുക്ക് രാഗങ്ങൾ ഇപ്പം എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ, വീണ്ടും നമ്മൾ ഈ നാടൻ ഒപ്പാരക്കടിയേലെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് തിരിച്ചുപോയി. നമ്മളങ്ങോട്ട് തിരിച്ചുപോയി, നമ്മൾ താളത്തിലേക്ക് പോയി, രാഗം വിട്ടു. ഇപ്പം നമ്മൾ താളത്തിൽ മാത്രം താളം കേട്ടുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങൾ ഏത് പാട്ട് കേട്ടാലും താളം, ഒരു ഋതം കേട്ടുകൊണ്ടിരിക്കും, ഠും 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 എന്നൊരു അടി കേട്ടുകൊണ്ടിരിക്കും, ഏത് പാട്ടായാലും. പണ്ട് അങ്ങനെയല്ല, പണ്ട് രാഗനിബദ്ധമാണ് പാട്ടുകൾ. ഇന്ന് രാഗത്തിലൊരു പാട്ട് ചെയ്യണം. ഇപ്പോൾ ഞങ്ങൾ വരികൾ കാണുമ്പോൾ, ഇപ്പോൾ എൻ്റെ വരി ദേവരാജൻ മാഷ് കാണുമ്പോൾ, ഇപ്പോൾ മലയാള ഭാഷകൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളികൊഞ്ചുനാടിൻ്റെ ഗ്രാമീണ ശൈലിയിൽ പുളിയിലെ കരവിട്ട് തെളിയും ഞാൻ എഴുതി കൊടുക്കും, ദേവരാജൻ മാഷ് വായിക്കുന്നു. വായിച്ചത് അപ്പം തന്നെ ദേവരാജ മാഷ് തമ്പിയുടെ വരികൾ ഇതാണ്. അപ്പോൾ ഇനി ഇന്ന രാഗം വേണം. മലയാള ഭാഷതൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു. മലയാള ഭാഷതൻ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഇപ്പം അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ പാട്ടെഴുതാത്ത അതുകൊണ്ടാണ്. ഇപ്പം നമ്മൾ പാട്ടെഴുതി കൊടുത്താൽ ഇങ്ങനെയാണ് ട്യൂൺ ചെയ്യുന്നത്. മലയാള ഭാഷ തന്നെ മാതക ഭംഗി നിൻ മലർമന്ദഹാസമായി വിരിയുന്നു, കിളി കുഞ്ഞുനാടിൻ്റെ ഗ്രാമീണ ശൈലി കിളിപഞ്ച് തിരിയുന്നു എന്നെഴുതും. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ സംഗീതം മാറിയപ്പോൾ വരികൾക്ക് പ്രാധാന്യമില്ലാതായി. അതാണ് ഞാൻ ആദ്യം നിങ്ങൾ പാടി കേൾപ്പിച്ച നാടൻ പാട്ടിൽ വരികൾക്ക് പ്രാധാന്യമില്ലാത്ത പോലെ താളത്തിന് മാത്രം പ്രാധാന്യം. അപ്പം ഇന്ന് ലോക സംഗീതത്തിൽ തന്നെ താളത്തിന് മാത്രം പ്രാധാന്യമായി. മുക്കാബല മുക്കാബല ലൈല, ഓ ലൈല മനസ്സിലാക്കിയിട്ട് നമ്മൾ പാടുന്നത്, നമ്മുടെ പിള്ളേർ പാടുന്നത്. 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾ തുള്ളും. അങ്ങനെ 3 വയസ്സുള്ള മനസ്സിലേക്ക് നമ്മളെല്ലാം തലതാണാൽ ഇപ്പോഴത്തെ സംഗീതം നല്ലതാണ്. 3 വയസ്സുള്ള കുഞ്ഞിൻ്റെ മനസ്സ് നമുക്ക് വന്നാൽ ഇപ്പോഴും നല്ല സംഗീതമാണ്, നമുക്ക് ആസ്വദിക്കാം. മുക്കാബല പാടണം, കുഞ്ഞുങ്ങളൊക്കെ ഡാൻസ് ചെയ്യും. അർത്ഥം അറിഞ്ഞിട്ടല്ല, മുക്കാബല എന്ന് അർത്ഥം അറിഞ്ഞുകൂടാ.
അപ്പം അതുപോലെ അത് മാറ്റമാണ്. നമുക്ക് കാലത്തിനെ പഴി പറയാൻ ഇന്നത്തെ പാട്ടെഴുത്തുകാരെ പഴി പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അനിയന്മാരെ ഒന്നും നിങ്ങൾ ചുത്ത വിളിക്കുന്നത് അവരുടെ കുറ്റമല്ല, അവർക്കിതേ പറ്റുള്ളൂ ഇപ്പോൾ.